നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശീലകൻ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന വർഷമാണ് അവസാനിക്കുക. ഈ കോൺട്രാക്റ്റ് അദ്ദേഹം ഇതുവരെ പുതുക്കിയിട്ടില്ല. ഈ കരാർ അദ്ദേഹം പുതുക്കാൻ സാധ്യതയില്ലെന്നും മറിച്ച് അടുത്ത അല്ലെങ്കിൽ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. അത്തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പെപ്പ് നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീമിന് ഒരു മുഖ്യ പരിശീലകൻ ഇല്ല. താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് ലീ കാഴ്സ്ലിയാണ് അവരെ ഇപ്പോൾ നയിക്കുന്നത്. കഴിഞ്ഞ യൂറോ കപ്പിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ട് പരാജയപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരുടെ പരിശീലകനായ സൗത്ത് ഗേറ്റിന് ഇംഗ്ലണ്ടിനോട് വിട പറയേണ്ടി വന്നത്. തുടർന്ന് ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ 21 ടീമിൻ്റെ പരിശീലകനായ ലീ കാഴ്സ്ലിയെ ഇംഗ്ലീഷ് FA താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് നിയമിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ മുഖ്യ പരിശീലകനായിക്കൊണ്ട് അവർ ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് പെപ് ഗാർഡിയോളയാണ്. ഏതെങ്കിലും ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നത് നേരത്തെ തന്നെ പെപ്പ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ഉള്ളത്. നിലവിൽ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് പെപ്പിനെ മാത്രമാണ് ഇംഗ്ലീഷ് FA പരിഗണിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ ടെലിഗ്രാഫാണ്. പെപ്പ് ഇംഗ്ലണ്ടിനെ തിരഞ്ഞെടുക്കുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. 2016 മുതൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിക്കുന്നത് പെപ് ഗാർഡിയോളയാണ്. അതേസമയം ബ്രസീലിൻ്റെ ദേശീയ ടീമിന് പെപ്പിനെ എത്തിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ശ്രമങ്ങൾ ഫലം കാണാതെ പോവുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ നേഷൻസ് ലീഗിലെ 2 മത്സരങ്ങളിലും ലീ കാഴ്സ്ലിയുടെ നേതൃത്വത്തിൽ വിജയിച്ച് കയറാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ് ടോക്സ് കൊണ്ടുവെത്താം.